മോദിക്ക് മുന്നിലേക്ക് ഖാർഗെ. ഇന്ന് സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ ഞാനും ഉണ്ടാകുമെന്ന് ഖാർഗെ അറിയിച്ചിട്ടുണ്ട്. മമതാ ബാനർജി അടക്കം ഇല്ല, ഞങ്ങൾ ഈ സത്യപ്രതിജ്ഞയിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഖാർഗെ പറയുന്നത് ഞാൻ വരുന്നുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ ഖാർഗെ പോകുന്നത് ഇത്തരത്തിൽ വോട്ടുകളൊന്നും കിട്ടാതെ കണ്ട സഖ്യകക്ഷികളോടൊപ്പം ചേർന്നിട്ട് ഭരിക്കേണ്ട അവസ്ഥയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ 272 സീറ്റ് പോലും തികയ്ക്കാൻ പറ്റാതെ മോദി മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്നത് കണ്ട് രസിക്കുക എന്ന് പറയുന്നത് ഒരു രസമുള്ള കാര്യം തന്നെയാണ്. ആ കയ്യടിക്ക് പല അർത്ഥങ്ങളുണ്ടെന്നേ. ഇന്ത്യ മുന്നണി ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഖാർഗെ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രസ്താവനയിൽ പറയുന്നത്. മോദി മൂന്നാം ഊഴത്തില് ചെങ്കോലും കിരീടവും ഒക്കെ ഏന്തി താൻ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു എന്ന് പറയുകയും രാഷ്ട്രപതി സത്യവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കാണേണ്ടത് തന്നെയാണ്. അതായത് അധികാരക്കർവിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന മോദി ഇന്ന് താഴോട്ടിറങ്ങിയിട്ട് TDPയും JDUവും വലതും ഇടതുമൊക്കെ ആയിട്ട് തന്റെ മുമ്പിലും പിമ്പിലും ഒക്കെ ഒരുമിച്ച് അണിനിരന്നെങ്കിൽ മാത്രമേ മോദിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇനി ഒരു പടി മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ. അമിത്ഷാ ആയിക്കോട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, ഇനി JP നദ്ദ ആയിക്കോട്ടെ, ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ശരി, ഇപ്പുറത്ത് നിന്നൊരു സല്യൂട്ട് കിട്ടണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് അനുമതി കിട്ടണം. കാരണം വരയ്ക്കുന്നത് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറുമാണ്. അപ്പോൾ ഈ കാഴ്ച കാണാണ്ട് പോയാൽ പിന്നെ എങ്ങനെയാണ്? അങ്ങനെയും നമ്മൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം, പറഞ്ഞു വെക്കാം. എന്താണെങ്കിലും ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ റോൾ സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു സമയത്ത് തന്നെയാണ് ഖാർഗെ പറയുന്നത് മമതാ ബാനർജി എന്നല്ല ആര് പോയിട്ടില്ലെങ്കിലും ശരി, ഞാനിതാ പോകുന്നുണ്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ. എന്താണെങ്കിലും തീരുമാനത്തിന് ഇന്ത്യ സഖ്യം കൈയടിക്കുകയും ചെയ്തതോടുകൂടെ ആ ഇരുത്തമൊന്ന് നമുക്ക് കാണാം.